ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യമുള്ള രാജ്യത്ത് ഒരു സംസ്ഥാനം വർഗീയമായി വെട്ടിമുറിക്കപ്പെടുകയാണ്. അതിന്റെ മാനദണ്ഡം മതമാണ് എന്നത് ഞെട്ടിക്കുന്ന ഒരു ഘടകവുമാണ്. ആ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയാണ് ഈ വർഗീയ ചേരിതിരിവിന് കുട പിടിക്കുന്നത് എന്നതോ അതിലും വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒന്നാണ്. പറഞ്ഞു വരുന്നത് അസമിനെ കുറിച്ചും BJP സർക്കാരിനെ കുറിച്ചുമാണ്. മുസ്ലിം മതവിശ്വാസികളെ മാത്രം ലക്ഷ്യം വെച്ച് സർക്കാർ വർഗീയ വിഷം തുപ്പുകയാണ് അങ്ങ് അസമിൽ ചേരിതിരിവിന്റെയും കൂട്ടായ മുസ്ലിം വേട്ടയുടെയും മൃഗീയ കാലമാണ് ഇപ്പോൾ നടക്കുന്നത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണവും പീഡനവും സർവ്വസാധാരണമായി മാറുകയാണ്. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ മാത്രം അസമിൽ 3300 മുസ്ലിം കുടുംബാംഗങ്ങളാണ് കുടിയിറക്കപ്പെട്ടത്. ജൂലൈ 12-ന് ഗ്വൽപാറ ജില്ലയിൽ വിദ്യാപ്പാര ഗ്രാമത്തിൽ നൂറുകണക്കിന് മുസ്ലിം പൗരന്മാരുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചടുക്കിയത് നിയമ സംവിധാനങ്ങൾ നോക്കി നിൽക്കുകയാണ്. ഇരകൾ നിശബ്ദമായി വീടുകൾ ഒഴിഞ്ഞ് സാധനങ്ങളും ഭാണ്ഡങ്ങളും പേർ നിസ്സഹായരായി യാത്ര തിരിക്കുന്ന ചിത്രങ്ങൾ ഇന്നും നൊമ്പരമായി അവശേഷിക്കുകയാണ്. ജൂലൈ ആദ്യം ദുബ്രി ജില്ലയിൽ ഏകദേശം 1400 മുസ്ലിം കുടുംബങ്ങൾ കുടിയിറക്കപ്പെട്ടു. പവർ പ്ലാന്റ് നിർമ്മാണത്തിന്റെ പേരിൽ ബംഗാളി വംശജരായ ഈ കുടുംബങ്ങളുടെ പാർപ്പിടങ്ങൾ സംസ്ഥാന സർക്കാർ ഇടിച്ചു നിരത്തുകയായിരുന്നു. അസം പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ലിമിറ്റഡിന്റെ നേതൃത്വത്തിലുള്ള പവർ പ്ലാന്റ് പദ്ധതിക്കായി ഇവിടെയാണ് സ്ഥലം കണ്ടെത്തിയത്. 4 പതിറ്റാണ്ടുകളിലായി താമസിച്ചിരുന്ന ഏകദേശം 10,000 ബംഗാളി വംശജരായ മുസ്ലിങ്ങളെ ദുബ്രിയിലെ ചാപ്പർ റവന്യൂ സർക്കാരിന് കീഴിലുള്ള ചിറാക്കുട്ട 1, 2 ഡിവിഷൻ, ചാരുഖാര, ജംഗിൽ ബ്ലോക്ക്, സന്തോസ്പൂർ എന്നീ ഗ്രാമങ്ങളിൽ നിന്ന് കുടിയിറക്കാനുള്ള BJP സർക്കാരിന്റെ കുതന്ത്രമാണ് നടപ്പാക്കിയത്. ബ്രഹ്മപുത്രയിലെ വെള്ളപ്പൊക്കത്തെ തുടർന്ന് പൂർവിക സ്വത്തുക്കളടക്കം നഷ്ടപ്പെട്ട ജനതയാണ് ഇന്ന് അസ്തിത്വം നഷ്ടമായ അവസ്ഥയിൽ നിൽക്കുന്നത്. കുടിയിറക്കപ്പെട്ടവരെ താമസിക്കുന്നവരുടെ പുനരധിവാസത്തിനായി ജില്ലാ അധികാരികൾ നീക്കിവെച്ചിരുന്ന ഭൂമി താഴ്ന്ന നദീതീരത്താണ്. മഴക്കാലത്ത് ഇവിടം വെള്ളത്തിനടിയിലാകും. ഈ പ്രദേശത്ത് റോഡുകളോ ആശയവിനിമയ മാർഗങ്ങളോ ഇല്ല. കുടിയിറക്കപ്പെട്ടവർ ഇക്കാരണങ്ങളാൽ ഈ പ്രദേശത്ത് മാറാനും മടിച്ചു. ന്യൂനപക്ഷ സമുദായത്തിൽ ഭയം വിതച്ച് BJP സർക്കാർ ഇവരിൽ ഒരു വലിയ വിഭാഗത്തെ നാടുപേക്ഷിക്കാൻ നിർബന്ധിതരാക്കിയിരിക്കുകയാണ്. ചെറുത്തുനിന്നവരുടെ വീടുകൾ തകർത്തു, വീട്ടുപകരണങ്ങളെ നശിപ്പിക്കപ്പെട്ടു. ജൂലൈ 8-ന് സമാന സംഭവങ്ങൾ ആവർത്തിച്ചതും നമ്മൾ കണ്ടു. ഒരു മാസം മുമ്പ് ഗോൾപാറ ജില്ലയിലെ ഹസിലെ ബീൽ ഗ്രാമത്തിലെ താമസക്കാരെയും ഒഴിപ്പിക്കാൻ ഭരണകൂടം മുന്നിട്ടിറങ്ങി. അവിടെ 600-ലധികം കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാവരും ബംഗാളി വംശജരായ മുസ്ലിങ്ങളായിരുന്നു. അടുത്ത ദിവസം മെയ് മുതൽ ഏകദേശം 300 മുസ്ലിങ്ങളെ ബംഗ്ലാദേശിലേക്ക് മടക്കി അയച്ചു എന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ കഴിഞ്ഞ ദിവസം നിയമസഭയെ അറിയിച്ചതാണ്. അസമിൽ മുസ്ലിങ്ങൾക്കെതിരെ തുടരുന്ന പീഡനങ്ങളുടെ നിരവധി സംഭവങ്ങളും മറനീക്കി പുറത്തു വരുന്നുണ്ട്. BJP സർക്കാർ ഇതിനകം മണിപ്പൂരിനെ ജാതീയമായി ചാമ്പലാക്കിയത് രാജ്യം കണ്ടതാണ്. ഇപ്പോൾ മറ്റൊരു വടക്കുകിഴക്കൻ സംസ്ഥാനത്തെയും BJP ലക്ഷ്യമിടുമ്പോൾ മറയാക്കുന്നത് മുസ്ലിം മത വിരോധമാണ്.